നീ എവിടെയായിരുന്നടാ? കൊച്ചി വരെ ഒന്ന് പോയി. മാമൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടപ്പിലാ. എന്തു പറ്റി? പുള്ളിക്ക് അപ്പൻഡിസൈറ്റിസാ. പുള്ളിയുടെ അപ്പൻ സയന്റിസ്റ്റ് ആണെന്നോ? എടാ, ഇതൊരു രോഗത്തിന്റെ പേരാ. എന്ത് അപ്പൻ സയന്റിസ്റ്റ് ആണെന്നോ? ഓ, അപ്പൻഡിസൈറ്റിസ്. എന്താടാ ഇത്? നീയും സൂക്ഷിച്ചോ, നിനക്കും വരാൻ ചാൻസ് ഉണ്ട്. അതെന്താ? എടാ, വാരി വലിച്ചു തിന്നുന്നവർക്ക് വരുന്ന രോഗമായത്. ദൈവമേ, കൊടല് പഴുത്ത് വ്രണാവും. ഓപ്പറേഷനേ രക്ഷയുള്ളൂ. ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാ നല്ല വേദന ഉണ്ടാവും അല്ലേ? ഏയ്, നല്ല കുളിരുണ്ടാവും. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഓപ്പറേഷന് മുമ്പ് രോഗികളെ മയക്കുന്നത് എന്തിനാ? അതൊരു ചോദ്യമാണല്ലോ. പറയടാ, എന്തിനാ മയക്കുന്നേ? അത് മനസ്സിലായില്ലേ? എടാ, രോഗിയെ മയക്കാതെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാ രോഗി അത് നോക്കി അതിന്റെ കുട്ടൻസ് പഠിച്ചു കളയില്ലേ. പിന്നെ അവൻ കേറി സ്വയം അങ്ങ് ചെയ്താലോ. അതിനാ മയക്കുന്നത്. മനസ്സിലായോ? എടാ ടിൻഡു, നാളെ തുടങ്ങുന്ന യോഗ ക്ലാസ്സിലേക്ക് നീ വരുന്നുണ്ടോ? ഞാനില്ല. എടാ, യോഗ സൂപ്പറാ. നല്ല സൂപ്പറാ. രാവിലെ 5 മണിക്ക് എണീക്കണം, അറിയോ? അതിനെന്താ, യോഗയല്ലേ? വല്ലാത്തൊരു യോഗ. ഞാനില്ല. ഞാനെന്തായാലും പോവാ. എനിക്ക് തടിയൊന്ന് കുറയ്ക്കണം. എടാ, അതിന് യോഗയുടെ ആവശ്യമൊന്നും ഇല്ല. നിന്റെ ഫുഡ് ഒന്ന് കുറച്ചാ മതി. അതാ എനിക്ക് പറ്റാത്തത്. എന്നെ കണ്ടില്ലേ, ഞാൻ വരിച്ചു വരി കഴിക്കാറേ ഇല്ല. ഒരു കൺട്രോളൊക്കെ വേണ്ടേ? എനിക്ക് ഇറച്ചി മുട്ട എന്നത് കണ്ടാൽ ഒരു കൺട്രോളും ഉണ്ടാവില്ല. എന്നെ കണ്ടു പഠിക്ക്. ഞാൻ ചിക്കൻ സൺഡേ മാത്രമേ കഴിക്കൂ, മുട്ട വല്ലപ്പോഴും. ചിക്കനും മുട്ടയൊന്നും ഇല്ലാതെ എങ്ങനെയാ ടിൻഡു? പക്ഷെ ഞാൻ ഡെയിലി പാല് കുടിക്കും. അതാ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. ദേ ഡുണ്ടു വരുന്നു. നീ അറിഞ്ഞോ, നിന്റെ ആ കുറിഞ്ഞിപ്പൂച്ച ചത്തുപോയി. അയ്യോ, എങ്ങനെ? കിണറ്റിൽ വീണു പോയതെന്നാ കേട്ടത്. വേഗം ചെല്ല്. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കും ദൈവമേ. കണ്ടോടി, അവന്റെ സ്നേഹം കണ്ടോ? പെറ്റിനോട് ഇത്രയും സ്നേഹം ആദ്യമായിട്ടാ കാണുന്നത്. സ്നേഹം ഒലക്ക. ആ ഒരു പൂച്ചയുടെ ബലത്തിലാ ഇത്രയും നാളെ ഞാൻ പാല് കട്ടുപിടിച്ചത്, അറിയോ? നോമും തന്നെ പോലെ ആ സ്റ്റോപ്പിൽ നിന്ന് ഈ സ്റ്റോപ്പിലേക്ക് എത്തുകയും ചെയ്തു. അതെ, അതാ പറഞ്ഞത്, നോമിന് ഭയങ്കര ബുദ്ധിയാ. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവൂല്ലേ? ചേട്ടനൊരു കാര്യം ചെയ്യ്, നാളെ ഇതേ സമയത്ത് ഇതേ ബസ് സ്റ്റോപ്പിൽ നിൽക്ക്. ഇതിനേക്കാളും കാശ് ലാഭിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നാളെ കാണാം. ഹൈ, അത് കൊള്ളാലോ. ചെക്ക കൊള്ളാം. ഇന്ന് 4 രൂപ ലാഭിച്ചു. നാളെ ഇവന്റെ വിദ്യ ഉപയോഗിച്ച് ഒരു 8 രൂപയെങ്കിലും ലാഭിക്കണം. അങ്ങനെ പണക്കാരനായിട്ട് മാറും. എവിടെ പോയി? ആ ചെക്കനെ കാണാനില്ലല്ലോ. ഈ ബസിന്റെ പിറകെ ഓടണോ? അല്ലേ വേണ്ട, ഇതിനേക്കാളും കാശ് ലാഭിക്കാനുള്ള വിദ്യയുമായി അവൻ വരുമല്ലോ. എന്നിട്ട് തീരുമാനിക്കാം. ചേട്ടാ, ഹൈ, എത്ര നേരമായി നോം നിന്നെ കാത്തിരിക്കണമെന്നറിയോ? ആ കാശ് ലാഭിക്കാനുള്ള വിദ്യ എളുപ്പം ഇങ്ങോട്ട് പറഞ്ഞേ. നോമിനെ കേൾക്കാൻ ധൃതിയായി. ഈ ഇരിക്കുന്ന ബാബുചേട്ടന്റെ അതാണ് ഈ ടാക്സി. ബാബുചേട്ടൻ ദിവസം രാവിലെ ഈ സമയത്താ വീട്ടിൽ നിന്ന് ഇതിലെ ടാക്സി സ്റ്റാൻഡിലേക്ക് പോവാ. ഓക്കെ, ബാബുചേട്ടന്റെ ടാക്സി ഇവിടെ എത്തുമ്പോ നമ്പൂരി ചേട്ടൻ ഈ ടാക്സിയുടെ പിന്നാലെ അടുത്ത സ്റ്റോപ്പ് വരെ ഓടണം. ഓ, ആയിക്കോട്ടെ. ബസിന്റെ പിന്നാലെ ഓടിയാൽ 4 രൂപയല്ലേ ലാഭിക്കാനാവൂ. ടാക്സിയുടെ പിന്നാലെ ഓടിയാലേ മിനിമം 100 രൂപയെങ്കിലും ലാഭിക്കാം. നോക്കൂ ടിൻഡു, നമ്മുടെ രാജ്യം എത്ര സുന്ദരമാണെന്ന്. നമ്മൾ പെറ്റമ്മയെ പോലെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം. എന്നിട്ട് വേണം ഈ രാജ്യത്തെ പിടിച്ച് വല്ല വൃദ്ധസദനത്തിലും കൊണ്ടുപോയിടാൻ. ഒന്ന് ചുമ്മായിരി. എടാ, എനിക്ക് രാജ്യസ്നേഹമില്ലെന്നാണോ നീ പറയുന്നത്? എങ്കിൽ നീ നോക്കിക്കോ, ഇന്ന് മുതൽ ഞാൻ ഒരു തരത്തിലുള്ള വിദേശ വസ്തുക്കളും ഉപയോഗിക്കില്ല. നീ എന്തു ചെയ്യും? അച്ഛൻ നോക്കിക്കോ, ഇനി മേലിൽ ഞാനൊരൊറ്റ ഇംഗ്ലീഷ് പരീക്ഷയിലും പാസ്സാവില്ല. രാജ്യസ്നേഹം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. അങ്ങനെ ഇട്ടാ പറ്റില്ലല്ലോ. അച്ഛാ, എനിക്കൊരു ഐസ്ക്രീം വാങ്ങിത്തരുമോ? അതൊന്നും വേണ്ട. അച്ഛനല്ല, എനിക്കാ. വാങ്ങിത്തരുമോ? അതൊന്നും ശരിയല്ല ടിൻഡു. അച്ഛനൊന്ന് വയസ്സായിക്കോട്ടെ, വല്ല വൃദ്ധസദനത്തിലും കൊണ്ടുപോയിടും ഞാൻ. അപ്പളേ ഈ അച്ഛൻ പഠിക്കൂ. എന്താടാ വിറുവിറുക്കുന്നത്? ഐസ്ക്രീം കഴിക്കാൻ കൊതിയാവുണ്ടെന്ന് പറയായിരുന്നു. ഒരെണ്ണം മതി അച്ഛാ. നിനക്കിപ്പോ വിശക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ വിശപ്പില്ല, ഒരു കൊതി മാത്രം. എടാ, ആഗ്രഹങ്ങൾ അടക്കി വെക്കാൻ കഴിയുന്നവനാണ് വലിയവൻ. എനിക്ക് ഐസ്ക്രീം വാങ്ങി തരാതെ ഇരിക്കാനല്ലേ അച്ഛൻ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം അച്ഛൻ ആദ്യം അടക്കി വെച്ചാ മതി. അച്ഛാ, എനിക്ക് വയറു നിറയാനല്ല, ഒന്ന് ടേസ്റ്റ് ചെയ്യാനാ.
ടേസ്റ്റ് നോക്കാനാണെങ്കിൽ ഒന്ന് നക്കി നോക്കിയാ പോരേടാ, വെറുതെ കാശ് കളയുന്ന എന്തിനാ? എങ്കിൽ അച്ഛൻ ആ കടക്കാരനോടൊന്ന് പറയോ, എന്റെ മോന് നക്കി നോക്കാൻ ഒരു ഐസ്ക്രീം തരുമോന്ന്? അയാൾ സമ്മതിച്ചാ ഞാൻ നക്കാം. എടാ, നമ്മൾ എന്ത് ചിലവാക്കുമ്പോഴും മറ്റുള്ളവരെ ഓർക്കണം. പച്ചവെള്ളം കുടിക്കാൻ കാശില്ലാത്ത പാവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോഴാണോ നീ ഐസ്ക്രീം കഴിക്കുന്നത്? എടാ, രാജ്യസ്നേഹം വേണം, രാജ്യസ്നേഹം. സോറി അച്ഛാ. അച്ഛാ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കുറെ ആളുകൾ നമ്മുടെ രാജ്യത്തില്ലേ? പിന്നെ കോടിക്കണക്കിന്. എന്നിട്ടാണോ അച്ഛാ നമ്മൾ ഈ പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കണ? രാജ്യസ്നേഹം അല്ലേ അച്ഛാ നമുക്ക് വലുത്? ഇന്നു മുതൽ നമുക്ക് ഉടുക്കാതെ നടക്കാച്ചാ. എവിടെ ആയിരുന്നു പട്ടി ഇത്രയും കാലം? എടാ, നീ എന്താ വിളിച്ചേ? ചൂടാവാതെ ഈ പട്ടിയെ കുറിച്ചാ ചോദിച്ചേ. ഇവൻ എന്റെ കസിന്റെ വീട്ടിലായിരുന്നു. അച്ഛനിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിക്കാണെങ്കി ഈ സാധനത്തിനെ കണ്ടൂടാ. ആ, ഒരു പട്ടിക്ക് മറ്റേ പട്ടിയെ പിടിക്കില്ലെന്നാ. പിന്നെ നീ ഇതിനെ കൊണ്ട് എന്തിനാ നടക്കുന്നേ? ഇതിന് രണ്ടിന് പോവാൻ നിന്റെ വീട്ടിലോട്ട് വരട്ടെ? വേണ്ടു. എടാ ടിൻഡു, എങ്ങോട്ടാ ഈ പുരാവസ്തുവായിട്ട്? എന്താ ചേട്ടന് വേണോ? ഇത് ഷോക്കേസിൽ വെക്കാം. എന്റെ അമ്മേ, വേണ്ട. എടാ ടിൻഡു, കം ഹിയർ ഫയൽവാൻ, കം ഹിയർ, കം ഓൺ. അച്ഛാ, ആരാ അച്ഛാ ഇതിന് ഈ പേരിട്ടത്? എന്റെ അച്ഛൻ ഇട്ടതാ. പണ്ട് ഇവനെ കണ്ടാൽ ഘടാഘടിയനായിരുന്നു. ഫയൽവാൻ ഇപ്പൊ വെറും ജാമ്പവാൻ. കൊണ്ടു നടക്കാൻ ഈ നിർഭാഗ്യവാനും. കഷ്ടം. ടിൻഡു, ഇങ്ങനെ ആയാ പറ്റില്ല. ടിൻഡുവിന്റെ മുമ്പില് എങ്ങനെയെങ്കിലും ആളാവണം. ദൈവമേ, സിനിമ കഴിഞ്ഞപ്പോ വല്ലാതെ രാത്രിയായി പോയി. അച്ഛൻ കാണാതെ വീട്ടിലെത്തണം. ആളാകാൻ പറ്റിയ സമയം. ദാ ഒരു കള്ളൻ. നാളെ മുതൽ ഞാൻ ഹീറോ. എന്റെ അമ്മ, എന്നെയോ പൊന്ന പട്ടി കടിച്ചടാ. പട്ടി കടിച്ച ഡോക്ടർ 10 ഇഞ്ചക്ഷനെങ്കിലും എടുക്കണം. 10 ദിവസം ലീവ് എടുക്കാം, കുഴപ്പമില്ല. ഓ, കടിച്ചത് ആ പട്ടിയായത് ഭാഗ്യം. അതിനൊരൊറ്റ പല്ലുമില്ല. അപ്പൊ ഇഞ്ചക്ഷൻ? അതിന്റെ ആവശ്യമില്ല ടിൻഡു, കടി കൊണ്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യ് ഡോക്ടർ. പട്ടിക്ക് പല്ലില്ലാത്ത സ്ഥിതിക്ക് സൂചി ഇല്ലാത്ത സിറിഞ്ചോണ്ട് കുത്തിയാ മതി. എങ്ങനുണ്ട്? സിനിമാ തോരങ്ങളുടെ ഫോൺ നമ്പറുകൾ. താരങ്ങളുടെ ഫോൺ നമ്പറുകൾ. വില പന്ത് 10 രൂപ. മാത്രം കൊള്ളാലോ. ചേട്ടാ, എനിക്ക് ഈ സിനിമാ താരങ്ങളുടെ ഫോൺ നമ്പറുകൾ വേണം. പുസ്തകം 10 രൂപ. ഒരു പേന തരുമോ ചേട്ടാ? ഒരു കഷ്ണം കടലാസ് തരുമോ ചേട്ടാ? ബുക്ക്. താങ്ക് യു. എടാ, നിനക്ക് പുസ്തകം വേണ്ടേ? പിന്നെ സിനിമാ താരങ്ങളെ വിളിച്ച് നേരം കളയാനല്ലേ എനിക്ക് സമയമുള്ളൂ. എനിക്ക് മോഹൻലാലിന്റെ നമ്പർ വേണമായിരുന്നു, അത് കിട്ടി. താങ്ക് യു. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്റെ കുടുംബം വഴിയാധാരാക്കിയിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. എന്നെങ്കിലും എനിക്ക് ലൈനിൽ കിട്ടും. എന്താടാ ടിൻഡു, മൊബൈലും പിടിച്ചെന്താ പിറുപിറുക്കുന്നത്? ഞാൻ നമ്മുടെ മോഹൻലാൽ ചേട്ടനെ ഒന്ന് വിളിക്കാൻ നോക്കിയതാ, പക്ഷെ കിട്ടുന്നില്ല. മോഹൻലാലിനെയോ? പുള്ളി നിനക്ക് പരിചയമുണ്ടോ? അങ്ങനെ പരിചയമില്ലാത്ത ആരാടോ നമ്മുടെ രാജ്യത്തുള്ള മണ്ടൻ? ഒന്നുമില്ല. നീ എന്ത് പറയാനാ വിളിച്ചത്? 2 ചീത്ത പറയാൻ. അയ്യോ, ലാലേട്ടനെ ചീത്ത പറയാനോ? ദേ, ഫാൻസുകാർ കേൾക്കണ്ട, നിന്നെ തല്ലി ഓടിക്കും. എന്താടാ പ്രശ്നം? അങ്ങേരുടെ വാക്ക് വിശ്വസിച്ച് എന്റെ അച്ഛൻ ആകെ നശിച്ചു പോയടാ ദീപു.
ദേ, അനാവശ്യം പറയല്ലേ. നിനക്ക് വട്ടല്ല ദീപു. ഒരു മാസം മുമ്പേ രാവിലെ ഞാനും എന്റെ അച്ഛനും TV കണ്ടോണ്ടിരിക്കായിരുന്നു. അപ്പോഴാണ് ലാലേട്ട എലിബാർ ജ്വല്ലറിയുടെ പരസ്യത്ത് പറയുന്നത് അവിടുന്ന് പൊന്നു വാങ്ങണം, അത് വളരെ കേമാണെന്ന്. എന്നിട്ടോ ഉച്ചയായപ്പോ അതേ ടിവിയില് അതേ ചാനലില് മോഹൻലാൽ തന്നെ പറയുക, വീട്ടിൽ സ്വർണം വെച്ച് വെറുതെ നാട്ടി തെണ്ടി നടക്കാതെ കൊണ്ടുപോയി പണയം വെക്കാൻ. അച്ഛൻ എന്തു ചെയ്തു? അച്ഛനാരാ മോൻ. അപ്പൊ തന്നെ സ്വർണം മുഴുവൻ എടുത്ത് മറ്റേപ്പുറം ഫൈനാൻസിൽ കൊണ്ടുപോയി വെച്ച് കാശ് വാങ്ങി. വൈകുന്നേരം ആയപ്പോഴല്ലടാ ദീപു സംഗതി പ്രശ്നമായത്. എന്ത് പറ്റി? എന്ത് പ്രശ്ന? വൈകുന്നേരം ആയപ്പോ ടിവിയിലിരുന്ന് ലാലേട്ടനൊരു ചോദ്യം, വൈകിട്ട് എന്താ പരിപാടിന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി അച്ഛൻ അറിഞ്ഞ ഒരു ഓട്ടം. എവിടേക്ക്? ബാറിലേക്ക്. ആ കാശ് മുഴുവൻ വെള്ളടിച്ച് തീർത്തു. അങ്ങനെ ലേനി കിട്ടട്ടെ. ഇതെന്ത് പണിയാന്ന് ചോദിക്കണല്ലോ. ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നിങ്ങളെല്ലാവരും കോടീശ്വരന്മാരായി എന്ന് കരുതുക. നിങ്ങളുടെ ഒരു ജീവചരിത്രം ഒരു പേജിൽ എഴുതൂ വേഗം. ടിൻഡോ, നീ എന്താ ഫാൻസി ഡ്രസ്സിന് പോവുകയാണോ? എന്താടാ എഴുതാത്തത്? സോറി മാഷേ, ഒരു കോടീശ്വരനായ ഞാൻ ഇത്രയും ചെറിയ കാര്യത്തിലൊന്നും സമയം കളയാറില്ല. എന്റെ PA ഇപ്പൊ വരും, PA എഴുതി തരും പോരെ. എടാ ഈ എന്നോട് തന്നെ വേണോടാ നിന്റെ അഭ്യാസം. ഊരി വെക്കടാ കണ്ണട. അവന്റെ ഒരു പത്രാസ്. എടാ, എന്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക് ഉറപ്പാ. അയ്യോ, എനിക്ക് വയ്യേ. ഈ സാറിനെ ഇന്ന് ചിരിപ്പിച്ച് കൊല്ലും. നീ എന്താടാ തമാശ പറയാണോ? അത് ശരി, സാറിന് തമാശ പറയാമെങ്കിൽ എനിക്കെന്താ പറഞ്ഞ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷിയുടെ പേരാണ് ഇനി പറയേണ്ടത്. ചിഞ്ചു പറയൂ. തത്ത. കൊള്ളാം, തത്ത നല്ല പക്ഷിയാണ്. ഇനി ദീപു പറയൂ. വെരി ഗുഡ്. മയിൽ നല്ല ചന്തമുള്ള പക്ഷിയാണ്. ഇനി ടിൻഡു പറയൂ, ഏതാണ് നിനക്ക് ഇഷ്ടമുള്ള പക്ഷി? ചില്ലി ചിക്കൻ നല്ല ടേസ്റ്റ് ഉള്ള പക്ഷിയാ സാറേ. എടാ കുരുത്തം കെട്ടവനെ, ഇറങ്ങി പോടാ എന്റെ ക്ലാസ്സിൽ നിന്ന്. ചുമ്മാ തമാശ പറയല്ലേ സാറേ, എനിക്ക് ഇനിയും ചിരിക്കാൻ വയ്യ. തമാശ അല്ലടാ കുരുത്തം കെട്ടവനെ. എടാ, എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. ഇപ്പൊ ഇറങ്ങണ ക്ലാസ്സിൽ നിന്ന്. ഇറങ്ങടാ. ഷടാ, ഇയാൾ ഇത്രയും കടന്ന് പ്രവർത്തിക്കുന്ന ആരറിഞ്ഞു. ഏതായാലും ഒരു ലീവ് കിട്ടി. എന്താ മോനെ സ്കൂൾ ടൈമിൽ വെയിലത്ത് നടന്നു വരുന്നത്? ഒന്നും പറയാൻ